ഒരു കൊലപാതകത്തോടു കൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. കർണാടക തീർത്ഥഹള്ളി താലൂക്കിലെ ഒരു ചെറുപട്ടണത്തിലാണ് കഥ നടക്കുന്നത്. സ്ഥലത്തെ പ്രധാന ചായക്കടയാണ് സുബ്ബണ്ണയുടേത്. ആ ചായക്കടയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വരുന്നതും അതിനുശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങളും അന്വേഷണങ്ങളും എല്ലാമാണ് ശാഖാഹാരി എന്ന സിനിമ പറയുന്നത്. നവാഗതനായ സംബീത് സുങ്കദ് രചനയും സംവിധാനവും ചെയ്ത് 2024 ഫെബ്രുവരി 16 പുറത്തിറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് ശാഖാഹാരി. രംഗയാന രഘു, ഗോപാലകൃഷ്ണ ദേശ്പാണ്ഡെ, വിനയ് യുജെ, നിധി ഹെഗ്ഡെ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കുറച്ച് ക്ഷമയോടുകൂടി തന്നെ വേണം ഈ സിനിമ കാണാൻ. നമ്മൾ സ്ഥിരമായി കാണുന്ന പോലുള്ള ഒരു ഫാസ്റ്റ് മൂവിങ് സ്റ്റോറി ടെല്ലിംഗ് ഒന്നുമല്ല ഈ സിനിമ പറയുന്നത്. കുറച്ച് സ്ലോ പേസിലാണ് കഥ പറയുന്നത്. സിനിമയിൽ ഒരു പ്രണയമൊക്കെ പറയുന്നുണ്ട്. അത് വളരെ രസകരമായി തോന്നി. 3-4 പാട്ടുകളാണ് സിനിമയിലുള്ളത്. ആ പാട്ടുകളൊക്കെ ഒഴിവാക്കി സിനിമയുടെ ദൈർഘ്യം കുറച്ച് കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. 2 സ്ത്രീകളുടെ കഥ വ്യത്യസ്തമായ രീതിയിൽ പറയുന്നുണ്ട്. മനുഷ്യന് ആവശ്യമുള്ളത് പലതും ഓരോരോ കാഴ്ചപ്പാടിലൂടെ കാണിക്കുന്നുണ്ട് സംവിധായകൻ. സിനിമയിൽ സുബ്ബണ്ണയായി എത്തുന്ന രംഗരാജ രഘുവിൻ്റെ പെർഫോമൻസ് വളരെ മികച്ചു നിൽക്കുന്നു. അദ്ദേഹത്തെ കൂടാതെ സബ് ഇൻസ്പെക്ടറായി എത്തുന്ന ഗോപാൽ ദേശ്പാണ്ഡെ, ശ്യാം എന്ന കഥാപാത്രമായി എത്തുന്ന വിനയ് യുജെ എന്നിവരുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. എനിക്ക് സിനിമ കണ്ടപ്പോൾ ഭാഷാ പ്രശ്നമൊന്നും അധികം തോന്നിയില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് ത്രില്ലർ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു കിടിലൻ ത്രില്ലറാണ് ശാഖാഹാരി. സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. IMDb 7.9 ഔട്ട് ഓഫ് 10 റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണാവുന്ന ഒരു ക്രൈം ത്രില്ലർ സിനിമയാണിത്. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഗുഡ് ബൈ.